ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഉപ്പാകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. 6 ടേബിൾ സ്പൂൺ നിറയെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. കൂടുതൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒറോട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്. കുറച്ച് വീതം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ 1.5 കപ്പ് ഗോതമ്പ് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത്. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ബാക്കി വന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റമൊക്കെ വന്നേക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒറോട്ടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശക്കല്ലിലാണ് ഈ ഒറോട്ടി ചുട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൽ കൈയൊന്ന് നനച്ചതിന് ശേഷം ഗോതമ്പ് മാവ് ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ടിത് ദോശക്കല്ലിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ തൊട്ട് നനച്ചിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ആദ്യമായിട്ടൊക്കെ ഇതുപോലെ ഒറോട്ടി തയ്യാറാക്കുന്നവർക്ക് ചിലപ്പോൾ കൈ പൊള്ളുമെന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കൈ നനച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു അളവിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 3 ഇതുപോലെയുള്ള ഒറോട്ടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ പുറത്താണ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നത്. കൈ ഒന്നും പൊള്ളുകയൊന്നും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ പേടിയുള്ളവർക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാനായിട്ടും അത് പരത്തിയെടുക്കാനും ഒക്കെ മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ടി തയ്യാറാക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാനൊരല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് വെളിച്ചെണ്ണ ചേർത്തത്. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കട്ടിയിലാണ് ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ തീ കൂട്ടി വെക്കരുത്. ഇപ്പോൾ 2 വശത്തും ഇതുപോലെ ബ്രൗൺ സ്പോട്ടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ദോശക്കല്ലിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരല്പം വെളിച്ചെണ്ണ ഞാനൊന്ന് തടവുന്നുണ്ട്. അതിന് ശേഷമാണ് ഒറോട്ടിക്കുള്ള മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൈ ഒന്ന് നനച്ച ശേഷം ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇത് എത്രത്തോളം കനം കുറച്ച് പരത്താമോ അത്രത്തോളം കനം കുറച്ച് പരത്തുന്നതായിരിക്കും നല്ലത്. എന്നാൽ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കട്ടി ഉണ്ടാവണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയെ പോലെ തന്നെ പരത്തിയെടുക്കുന്ന ഒരു പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മാവ് കുഴച്ചെടുത്ത് ഇതുപോലെ നമുക്ക് ഒറോട്ടി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയും അതുപോലെ ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കടലക്കറിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒറോട്ടിയും ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓട്സ് ഉപ്മാവിൻ്റെയും അതുപോലെ മറ്റ് റെസിപ്പികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളും കൂടി ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്